ഇത് യൂണിറ്റ് 1ൻ്റെ കണ്ടിന്യൂഷനാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയയാണ്. പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ വെക്റ്റർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? അപ്പം പാരലോഗ്രം എന്ന് പറയുമ്പോഴത്തേക്ക് 4 സൈഡ് ഉണ്ടാവും. അതിൽ 2 സൈഡ് തന്നിട്ടുണ്ട്, അതായത് അഡ്ജസൻറ്റ് സൈഡ്സാണ്. ഇതാണ് പാരലോഗ്രം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ. ഇത് എ ബി സി ഡി. ഇതിൽ വെക്ടർ എ ബി ആണ് എ ബാർ. വെക്ടർ എ ഡി എന്ന ഡിയിലേക്ക് ഒരു വെക്ടർ, ആ വെക്ടറാണ് ബി ബാർ. ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന വെക്ടേഴ്സാണ്. അതാണ് അഡ്ജസൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഇത്രയേ ഉള്ളൂ. 2 സൈഡ് തന്നിട്ടുണ്ട്, എ ബാറും ബി ബാറും. ഏരിയ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അതായത് എയും ഈ 2 സൈഡും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ ആ മാഗ്നിറ്റ്യൂഡാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി ആദ്യം കണ്ടുപിടിക്കണം. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് റോ ഐ ജെ കെ, സെക്കൻഡ് റോ എ ബാറിൻ്റെ കോഎഫിഷ്യൻസ് കമ്പോണൻസ് 1, -1, 3. അടുത്ത ബി ബാർ തേർഡ് റോ എന്ന് പറയുന്നത് ബി ബാറിൻ്റെ കമ്പോണൻസ് 2, -7, 1. ഈ ഡിറ്റർമിനൻ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് നമുക്ക് അറിയാം എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് വാല്യുവേഷൻ. അപ്പോൾ നിങ്ങൾ എ ക്രോസ് ബി എഴുതി, അതിൻ്റെ ഇവാലുവേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇവാലുവേഷൻ നേരത്തെ പലതവണ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങളത് എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 20i + 5j - 5k എന്ന് കിട്ടും. നിങ്ങളത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. അത് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത് പലതവണ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 20i + 5j - 5k എന്ന് കിട്ടും. അതിൻ്റെ മോഡുലസ്, അതിൻ്റെ ലെങ്ത് ഓഫ് ദി വെക്ടർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അത് കണ്ടുപിടിക്കുമ്പോൾ ഈ 20യുടെ സ്ക്വയർ ആണ് 400, 5ൻ്റെ സ്ക്വയർ ആണ് 25, ഈ -5ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ √450 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ പാരലോഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √450 ആണ്. ഇത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള പ്രോബ്ലമാണ്. നേരത്തെ പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചത് നമ്മൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് പാരലോഗ്രത്തിൻ്റെ ഏരിയ എങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ. അതായത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 വെക്ടേഴ്സ് നമുക്കിവിടെ വേണം, അതായത് 2 സൈഡ്സ് വേണം. ആ സൈഡ്സിൻ്റെ വെക്ടേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ എ ബി സി ഒക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈഡ്സിൻ്റെ വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു സൈഡാണ്. അത് നമുക്ക് എ ബാർ എന്ന് എഴുതാം, വെക്ടർ എ ബാർ എന്ന് എഴുതാം. ബി സി രണ്ടാമത്തെ സൈഡ്, അതിന് വെക്ടർ ബി ബാർ എന്ന് എഴുതാം. അപ്പോൾ ഈ വെക്ടർ എ ബാറും ബി ബാറും നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ തന്നിരിക്കുന്നത് എയുടെ പൊസിഷൻ വെക്ടറാണ് ഈ തന്നിരിക്കുന്നത്. പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്നത് i + 3j + 2k. അതിന് നമുക്ക് ഒ എ ബാർ എന്ന് എഴുതാം. അപ്പോൾ ഒ എ ബാർ എന്ന് പറയുന്നത് i + 3j + 2k. അടുത്ത ഇത് തന്നിരിക്കുന്ന പൊസിഷൻ വെക്ടർ ഓഫ് ബി ആണ്. അത് ബിയെ നമ്മൾ ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യപ്പോഴാണ്, ഒയുമായിട്ട് ജോയിൻ ചെയ്യപ്പോഴാണ് പൊസിഷൻ വെക്ടർ കിട്ടുന്നത്. അപ്പോൾ ഒ ബി ബാർ എന്ന് പറയുന്നത് 2i - j + k. അടുത്തത് ഒ സി ബാർ, സിയുടെ പൊസിഷൻ വെക്ടർ -i + 2j + 3k. ഇനി നമുക്ക് ഈ സൈഡ് എ ബിയും സൈഡ് ബി സിയും കിട്ടണം. നമുക്കിനി സൈഡ്സ് എ ബി എന്നുള്ള സൈഡ്, ആ സൈഡിൻ്റെ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ എ ബി എന്നൊരു വെക്ടർ കണ്ടുപിടിക്കണം. എ ബി എന്നുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഈ ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് എയുടെ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒ ബി ബാർ മൈനസ് ഒ എ ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒ ബി ബാർ എന്ന് പറഞ്ഞാൽ 2i - j + k ആണ്. അതിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? i + 3j + 2k സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ 2i നിന്ന് i സബ്ട്രാക്ട് ചെയ്താൽ i. ഇത് -j ആണ്, -3j, അതായത് -j - 3j, അപ്പോൾ -4j. k -2k, k ഇന്ന് -2k, അപ്പം -k. അപ്പോൾ i - 4j - k എന്ന് കിട്ടും. അതാണ് എ ബാർ. അടുത്തത് നമുക്ക് ഈ സൈഡ് ബി സി കണ്ടുപിടിക്കണം. അത് വെക്ടർ ബി സി. വെക്ടർ ബി സി കണ്ടുപിടിക്കാനായിട്ട് സിയുടെ പൊസിഷൻ വെക്ടറിൽ നിന്നും ബിയുടെ പൊസിഷൻ വെക്ടർ സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഒ സി ബാർ - ഒ ബി ബാർ.
അപ്പോൾ ഒ സി ബാർ എഴുതി -i + 2j + 3k, അതാണ് ഒ സി ബാർ, മൈനസ് ഒ ബി ബാർ 2i - j + k. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -i - 2i, അപ്പോൾ -3i. ഇത് 2j, ഇത് +j, 2j + j 3j, അടുത്ത 3k - k, അപ്പോൾ 2k. അപ്പോൾ ഇതിന് എ ബാർ എന്നും ഇതിന് ബി ബാർ എന്നും കൊടുക്കുന്നു. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എ ബാറും രണ്ട് സൈഡ് കിട്ടി. ഇനി അതിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 മോഡുലസ് ഓഫ് എ ക്രോസ് ബി, 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കുകയാണ്. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ijk എന്ന് എഴുതണം, സെക്കൻഡ് റോ എ ബാറിൻ്റെ കമ്പോണൻസ്, എ ബാർ എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 1 - 4 - 1, അപ്പോൾ 1 - 4 - 1 എന്ന് എഴുതി. അടുത്ത തേർഡ് റോ ആയിട്ട് ബി ബാർ എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് -3 3 2 എന്ന് എഴുതി. ഇനി അതിൻ്റെ ഇവാലുവേഷനാണ്. അപ്പോൾ ഫസ്റ്റ് വെക്ടർ, അപ്പോൾ ഈ സ്റ്റെപ്പാണ് എഴുതേണ്ടത് അടുത്ത ഇവാലുവേഷനിൽ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളത് ചെയ്യുക. ഇവിടെ നമ്മൾ എ ക്രോസ് ബിയുടെ ഇവാലുവേഷനാണ്. അപ്പോൾ അത് 3/3 ഡിറ്റർമിനൻ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോൾ -5i + j - 9k എന്ന് കിട്ടും. ഇനി അതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് ഈ -5ൻ്റെ സ്ക്വയർ 25, ഇവിടെ 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1, ഇവിടെ -9 അതിൻ്റെ സ്ക്വയർ 81, എല്ലാം കൂടെ √107. ഏരിയ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ബൈ 2, അപ്പോൾ √107/2. ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളത് ചെയ്ത് പഠിക്കണം. അടുത്ത പ്രോബ്ലം 3 ഫോഴ്സസ് F1 F2 F3 എന്നുള്ള 3 ഫോഴ്സസ് എ എന്നുള്ള ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുമ്പോൾ എ ഇങ്ങനെ നീങ്ങി ബി വരെത്തും. അപ്പോൾ അല്ലെങ്കിൽ 3 പേര് ചേർന്ന് ഒരു വസ്തുവിനെ ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ എ ഇന്നത് ബിയിലേക്ക് എത്തുന്നു. അപ്പോൾ എ തൊട്ട് ബി വരെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതൊരു വെക്ടർ ആയിരിക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നതും വെക്ടറാണ്. അപ്പോൾ ഒരു 3 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഫോഴ്സാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ 3 ഫോഴ്സും കൂടെ ആഡ് ചെയ്യണം. ഈ ഫോഴ്സസ് തന്നിട്ടുണ്ട്. ഒരു ഫോഴ്സ് 2i - 5j + 6k, അടുത്ത ഫോഴ്സ് -i + 2j - k, മൂന്നാമത്തെ ഫോഴ്സ് 2i - 7j. ഈ 3 ഫോഴ്സും കൂടെ ആദ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് ഒരു ഫോഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എഫ് കണ്ടുപിടിക്കാനായിട്ട്, റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് കണ്ടുപിടിക്കാനായിട്ട് F1ഉം F2ഉം F3യും കൂടെ ആഡ് ചെയ്തു. ഈ 3 വെക്ടേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ i എല്ലാം കൂടെ ആഡ് ചെയ്യണം, j എല്ലാം കൂടെ ആഡ് ചെയ്യണം, k എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 3i - 10j + 5k എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വെക്ടർ എ ബി കണ്ടുപിടിക്കണം. അതിന് പൊസിഷൻ വെക്ടർ ഓഫ് ബി അറിയണം, പൊസിഷൻ വെക്ടർ ഓഫ് എ അറിയണം. ഇവിടെ നമ്മുടെ എയുടെ പോയിന്റ് തന്നിട്ടുണ്ട്. എ എന്നുള്ള പോയിന്റ് 4 - 3 - 2 ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റ് 6 1 - 3. അപ്പോൾ ബി എന്നുള്ളൊരു പോയിന്റ് തന്നാൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ijk കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് ബി കിട്ടും, ഒ ബി ബാർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു പോയിന്റ് തന്നാൽ 6 1 - 3 എന്നൊരു പോയിന്റ് തന്നാൽ ആ പോയിന്റിനെ നമുക്ക് പൊസിഷൻ വെക്ടർ ആക്കി മാറ്റാം. അതിന് ചെയ്യേണ്ടത് ഈ ആദ്യത്തേന് i കൊണ്ടും രണ്ടാമത്തേന് j കൊണ്ടും മൂന്നാമത്തേന് k കൊണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 6i + j - 3k എന്ന് വരും. ഇതാണ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. അതുപോലെ നമുക്ക് എയുടെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാം, ഒ എ ബാർ. അതിന് എ എന്നുള്ള പോയിന്റിൻ്റെ പോയിന്റ്സ് ഈ x കോർഡിനേറ്റ്, y കോർഡിനേറ്റ്, z കോർഡിനേറ്റ് ijk കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 4i, ഇത് -3j, ഇത് -2k. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ബിയും പൊസിഷൻ വെക്ടർ ഓഫ് എയും കിട്ടി. ഇനി നമുക്ക് ഈ വെക്ടർ എ ബി കണ്ടുപിടിക്കണം. വെക്ടർ എ ബി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പം ഈ ഒ ബി ബാറിൽ നിന്നും ഒ എ ബാർ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6i - 2i 4i 2i. ഇത് j -3j +4j. ഇത് -3 -2 അപ്പം +2. അപ്പം -3 + 2 -k. അപ്പോൾ വെക്ടർ എ ബി എന്ന് പറയുന്നത് 2i + 4j - k എന്ന് കിട്ടും. അപ്പോൾ വെക്ടർ എഫ് കിട്ടി, വെക്ടർ എ ബി കിട്ടി. ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അടുത്ത നമ്മൾ എഫ് കിട്ടി, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി എന്നുള്ള വെക്ടർ നമുക്ക് കിട്ടി, എഫ് എ ബി. ഇനി വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വെക്ടർ ആയതുകൊണ്ട് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഫോഴ്സ് എഴുതണം 3i - 10j + 5k ഡോട്ട്
ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി 2i + 4j - k. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3 × 2 6, i തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, j തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. -10 × 4 -40, അടുത്ത 5 × -1 -5. അപ്പം 6 - 40 - 5 എന്ന് പറയുന്നത് -39 യൂണിറ്റ് ആണ്. ഇതാണ് നമ്മുടെ വർക്ക് ഡൺ. ഇങ്ങനെയാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോഴ്സും പോയിൻറ്റും തന്നിട്ടുണ്ടാവും, അതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ആ ഫോഴ്സ് ആ പോയിൻറ്റിൽ വെച്ചിട്ടുള്ള മൊമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് തന്നിട്ടുണ്ട്, മൊമെൻറ്റ് അബൌട്ട് ദി പോയിൻ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ആ ഫോഴ്സും പോയിൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു പടം വരയ്ക്കണം, ഒരു ഫിഗർ, ഇനി ഒരു ഫിഗറാക്കി മാറ്റണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എയിൽ നിന്നും എയും ബിയും ജോയിൻ ചെയ്യുന്നതാണ് ഫോഴ്സ്. കെ എന്ന് പറയുന്ന പോയിൻ്റ്, ഇതാണ് എ എന്ന് പറയുന്ന പോയിൻ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിൻ്റ്. ഈ വെക്ടർ എ ബി ആണ് ഫോഴ്സ് എഫ്. അപ്പോൾ എ എന്ന് പറയുന്നത് പോയിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, പൊസിഷൻ വെക്ടർ തന്നിട്ടില്ല, അതിൽ നിന്ന് നമ്മൾ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന പോയിന്റ് 1 - 2 4 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് 5 2 3. അപ്പോൾ ഈ 2 പോയിന്റ്സിൽ നിന്ന് നമുക്ക് ഫോഴ്സ് എഫ് കണ്ടുപിടിക്കാം. പിന്നെ ഫൈൻഡ് ദി മൊമെന്റ് അബൌട്ട് ദി പോയിന്റ്. ആ പോയിന്റ് പി ഇവിടെ മാർക്ക് ചെയ്യണം, പോയിന്റ് പി. ആ പോയിന്റ് എന്ന് പറയുന്നത് -2 3 5 ആണ്. എന്നിട്ട് നിങ്ങൾ ഈ പിയും എയും തമ്മിൽ ജോയിൻ ചെയ്യണം. പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ പിയും എയും തമ്മിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ പിയും എയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും, അതിനെ ആർ ബാർ എന്ന് മാർക്ക് ചെയ്യണം. ഇനി മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള മൊമെന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ്, അതിൻ്റെ ഫോർമുല മോഡുലസ് ഓഫ് ആർ ബാർ ക്രോസ് എഫ് ബാർ. ഇതാണ് മൊമെന്റ്. വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫോഴ്സ് എന്ന് പറയുന്ന എ തൊട്ട് ബി വരെയാണ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എയും ബിയും വെച്ചിട്ടാണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം, ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം, എന്നിട്ട് എ ബി എന്നൊരു ലൈൻ ജോയിൻ ചെയ്യണം, എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ആരോ കൊടുക്കണം. ആ കിട്ടുന്നതാണ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. ഇവിടെ പോയിന്റ് ബിയും പോയിന്റ് എയും ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം വെക്ടർ എ ബി കണ്ടുപിടിക്കാൻ. എന്നിട്ട് മൊമെന്റ് എബൌട്ട് ദി പോയിന്റ് എന്ന് തന്നിട്ടുണ്ട്, എബൌട്ട് ദി പോയിന്റ് പി. അപ്പോൾ ആ പോയിന്റ് പി മാർക്ക് ചെയ്യണം, പി -2 3 5. എന്നിട്ട് പിയിൽ നിന്നും ഈ എയിലേക്ക് ഫോഴ്സിൻ്റെ തുടക്കത്തിലേക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഒരു വെക്ടർ കിട്ടും. ആ വെക്ടറിന് നമ്മൾ ആർ ബാർ എന്ന് വിളിക്കും. എന്നിട്ട് ആർ ബാറും എഫ് ബാറും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കണം. അതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ബാറും ആർ ബാറും കണ്ടുപിടിക്കാം. എഫ് ബാർ എന്ന് പറയുന്നത് വെക്ടർ എ ബി ആണ്. ഇതാണ് എഫ് ബാർ എന്ന് പറഞ്ഞാൽ വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ബിയുടെ പൊസിഷൻ വെക്ടർ ഒ ബി ബാർ കിട്ടാൻ എന്ത് ചെയ്യണം? ബി എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 5i + 2j + 3k എന്ന് എഴുതണം. 5i + 2j + 3k. ഇതാണ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. അടുത്ത പൊസിഷൻ വെക്ടർ ഓഫ് എ, ഒ എ ബാർ ഇസ് ഈക്വൽ ടു ഇത് i, ഇത് -2j + 4k. ഇനി നമുക്ക് ഒ ബി ബാർ - ഒ എ ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5i - i 4i, 2j - 2j + 4j. 2jയിൽ നിന്നും -2j ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ +4j. 3kയിൽ നിന്നും 4k സബ്ട്രാക്ട് ചെയ്താൽ -k. ഇതാണ് വെക്ടർ എഫ്. 4i + 4j - k വെക്ടർ എഫ്. 4i + 4j - k. ഇനി നമുക്ക് വെക്ടർ ആർ കണ്ടുപിടിക്കണം. വെക്ടർ ആർ എന്ന് പറയുന്നത് പി എ എന്ന് പറയുന്ന വെക്ടറാണ്. ആർ ബാർ ഇസ് ഈക്വൽ ടു പി എ ബാർ. അപ്പോൾ ഒ എ ബാർ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എയിൽ നിന്നും പൊസിഷൻ വെക്ടർ ഓഫ് പി സബ്ട്രാക്ട് ചെയ്യണം. പൊസിഷൻ വെക്ടർ ഓഫ് എയിൽ നിന്നും പൊസിഷൻ വെക്ടർ ഓഫ് പി സബ്ട്രാക്ട് ചെയ്യണം. പി എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പൊസിഷൻ വെക്ടർ എഴുതാം. ഒ പി ബാർ ഇസ് ഈക്വൽ ടു എന്താണ്? ഒ പി ബാർ -2i + 3j + 5k. ഇതാണ് ഒ പി ബാർ. അതിൽ നിന്ന് ഒ എ ബാർ സബ്ട്രാക്ട് ചെയ്യണം. ഒ എ ബാർ എന്താണ്?
മൈനസ് ഐ മൈനസ് 2j പ്ലസ് 4k. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 2i മൈനസ് മൈനസ് ഐ, മൈനസ് ഐ മൈനസ് മൈനസ് പ്ലസ്, അപ്പോൾ മൈനസ് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1, അപ്പോൾ മൈനസ് ഐ. ഇത് 3j മൈനസ് മൈനസ് 2j, അപ്പം പ്ലസ് 5j എന്ന് വരും. 3j പ്ലസ് 2j 5j എന്ന് വരും. ഇത് 5k മൈനസ് 4k പ്ലസ് k എന്ന് വരും. അപ്പോൾ ഇതാണ് ഒ പി ബാർ മൈനസ് ഒ എ ബാർ. ഇതെന്ന് പറയുന്നത് ആർ ബാർ ആണ്. അപ്പോൾ ആർ ബാർ കിട്ടി, എഫ് ബാർ കിട്ടി. ഇതാണ് എഫ് ബാർ, ഇതാണ് ആർ ബാർ. ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ ആർ ബാർ എടുക്കേണ്ടത്, ആർ ബാർ എന്ന് പറയുന്നത് തിരിച്ചെടുക്കണം, പി എ ബാർ ആണ്. എ പി ബാർ എന്നെടുക്കണം, ആർ ബാർ തിരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒ പി ബാർ ആദ്യം വരും, മൈനസ് ഒ എ ബാർ എന്ന് വരും. വെക്ടർ എ പി ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് തിരിയും. ഇത് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൈനസ് ഐ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യണം. അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആർ ബാർ എന്ന് പറയുന്നത് പി എ ബാർ ആണ്. നമ്മൾ എ പി ബാർ എന്ന് എഴുതിയത് തിരിച്ചെഴുതണം, പി എ ബാർ എന്ന് പറയുന്നത് ഒ എ ബാർ മൈനസ് ഒ പി ബാർ. ആദ്യം ഒ എ ബാർ എഴുതുന്നു, പിന്നെ ഒ പി ബാർ. ഇവിടെ നിന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ മൈനസ് ഐ ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ ഒരു മൈനസ് ഐ എന്നാണ് ഞാൻ എഴുതിയത്, തെറ്റാണ്. മൈനസ് ഐ അല്ല, പ്ലസ് ഐ ആയിരുന്നു. ഇവിടെ ഒ എ ബാർ എന്ന് പറഞ്ഞാൽ പ്ലസ് ഐ ആണ്. ഞാൻ എഴുതിയപ്പോൾ മൈനസ് ഐ ആയിപ്പോയി, അതാണ് തെറ്റ് പറ്റിയത്. അപ്പം ഐന്ന് മൈനസ് 2i സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് 3i. അപ്പോൾ ഇവിടെ വരുമ്പം 3i, പിന്നെ മൈനസ് 2j മൈനസ് 3j മൈനസ് 5j, അടുത്ത 4k മൈനസ് 5k മൈനസ് k. അപ്പോൾ 3i മൈനസ് 5j മൈനസ് 3i മൈനസ് 5j മൈനസ് k, ഇതാണ് ആർ ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആർ ബാർ എഴുതുമ്പോൾ ഇത് 3, ഇവിടെ 3 എഴുതണം. ഇത് 3 മൈനസ് 5 മൈനസ് 1, 3 മൈനസ് 5 മൈനസ് 1. പിന്നെ എഫ് ബാർ എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 4j മൈനസ് k, അപ്പോൾ 4 മൈനസ് 1. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു, ആർ ക്രോസ് എഫ്. ആർ എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ഐ ജെ കെ, സെക്കൻഡ് റോ ആർ ബാറിൻ്റെ കമ്പോണൻസ് 3 മൈനസ് 5 മൈനസ് 1. അടുത്തത് എഫ് ബാറിൻ്റെ കമ്പോണൻസ് 4 മൈനസ് 1. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9i മൈനസ് j പ്ലസ് 32k എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ആർ ക്രോസ് എഫ്, അതാണ് മൊമെന്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 സ്ക്വയർഡ് 81 പ്ലസ് മൈനസ് 1 സ്ക്വയർഡ് ഈസ് 1 പ്ലസ് 32ൻ്റെ സ്ക്വയർ. 32 സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എഴുതണം, കാൽക്കുലേറ്റർ വെച്ച് അത് കണ്ടുപിടിച്ചാൽ മതി. 32 സ്ക്വയർ എല്ലാം കൂടെ സ്ക്വയർ റൂട്ട് ഓഫ് 1106 യൂണിറ്റ് അത് കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, വല്ലാതെ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1106 ആണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടെ നിങ്ങൾ ചെയ്ത് പഠിക്കും. ഇതേപോലെയാണ് ചെയ്ത് പഠിക്കേണ്ടത്, ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വെക്ടേഴ്സ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞ് ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല ബൈനോമിയൽ എക്സ്പാൻഷൻ എന്നൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് യൂണിറ്റ് 1 ഫുള്ളാവും. അടുത്ത ബൈനോമിയൽ എക്സ്പാൻഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ പഠിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം ഫാക്ടോറിയൽ എന്താണെന്ന് അറിയണം. n ഫാക്ടോറിയൽ, വേർ n is a പോസിറ്റീവ് ഇൻറ്റിജർ. നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഫാക്ടോറിയൽസ് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ. പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഫാക്ടോറിയലാണ് നമുക്ക് ആവശ്യം. n ഫാക്ടോറിയലിൻ്റെ മീനിങ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n. അത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ. അപ്പോൾ എക്സാമ്പിളായിട്ട് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി അടുത്ത കോമ്പിനേഷൻ എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ എ ബി സി എന്ന് 3 കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ നിന്നും 2 കുട്ടികളെ സെലക്ട് ചെയ്യണം. ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. എ ബി എന്ന് സെലക്ട് ചെയ്താലും ബി എ എന്ന് സെലക്ട് ചെയ്താലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ തന്നെ നമുക്കിത് 2 കുട്ടികളെ സെലക്ട് ചെയ്യണം. അത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്, എത്ര രീതിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് ഒന്നിൽ എയും ബിയും സെലക്ട് ചെയ്യാം.
എയും ബിയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എയും സിയും സെലക്ട് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ ബിയും സിയും സെലക്ട് ചെയ്യാം. അതിന് മൊത്തത്തിൽ 3 രീതിയിൽ മാത്രമേ നമുക്ക് ഈ സെലക്ഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ എത്ര പേരിൽ നിന്നാണ്? 3 പേരിൽ നിന്നാണ് നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ സിമ്പിൾ ഇതാ 3C2. ഇതിന് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. തന്നിരിക്കുന്ന കുറേ ഒബ്ജക്ട്സുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം. അതിനാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ABC എന്ന് പറയുന്ന 3 ഒബ്ജക്ട്സ് ഉണ്ട്. ആ 3 ഒബ്ജക്ട്സിൽ നിന്നും 2 എണ്ണം സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതിനാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3C2, ഇവിടെ 3C2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 4C3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സെലക്ഷൻ ഓഫ് 3 ഒബ്ജക്ട്സ്. 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. എത്ര എണ്ണത്തിൽ നിന്നും? 4 എണ്ണത്തിൽ നിന്നും 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. അതിന് 4C3 നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇതിനെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരു ഫോർമുലയുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോർമുല ഇതാണ്: NCR. NCR എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ഓഫ് 6 ഒബ്ജക്ട്സ്. 6 ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം. എത്ര ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്? N ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും 6 ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ സെലക്ട് ചെയ്യണം? എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫോർമുല ഇതാണ്: N ഫാക്ടോറിയൽ ബൈ, N ഫാക്ടോറിയൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഡിവൈഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. ഇതാണ് NCR കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് 5C3 കണ്ടുപിടിക്കാം. അപ്പോൾ 5C3 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R. N മൈനസ് R എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3. 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്യണം. 5 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ്. 2 ഫാക്ടോറിയൽ ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ്. ഈ 1 2 3 വെട്ടിപ്പോവും, ഈ 1 2 3 വെട്ടിപ്പോവും. 4 ഇൻറ്റു 5 20, 20/2 ഈസ് 10. അപ്പോൾ ഈ പ്രോബ്ലം ചിലപ്പം എ പാർട്ടിൽ ചോദിക്കും. ഇവാലുവേറ്റ് 5C3 അല്ലെങ്കിൽ 7C6. എല്ലാത്തിനും ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും കിട്ടും പരീക്ഷയ്ക്ക്. അപ്പം A+B⁴ എക്സ്പാൻഷനാണ് എഴുതിയേക്കുന്നത്. ഇതിനാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാ? A+B⁴ സ്റ്റാർട്ട് ചെയ്യേണ്ടത് A സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എയുടെ പവർ മാക്സിമം n ആണ്. അടുത്ത സ്റ്റെപ്പിൽ പ്ലസ് ഇടണം. എന്നിട്ട് ഒരു NC1 എന്ന് എഴുതണം. എന്നിട്ട് എയുടെ പവർ n ആയിരുന്നത് 1 കുറഞ്ഞ് n-1 ആവും. ഇവിടെ B ഇല്ലായിരുന്നു, ഇവിടെ B സ്റ്റാർട്ട് ചെയ്യും. ശ്രദ്ധിക്കണം, ഇവിടെ എയുടെ പവർ 1 കുറഞ്ഞ് ഇവിടെ B സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എയുടെ പവർ ഒന്നുകൂടെ കുറയും. അപ്പോൾ n-1 നിന്ന് ഒന്നുകൂടെ കുറഞ്ഞാൽ n-2 ആവും. B ഒന്നുകൂടെ കൂടും, ആവും B² ആവും. ഇത് NC2 എക്സെട്ര ഇങ്ങനെ പോയിട്ട് അവസാനത്തെ ടേം എന്തായിരിക്കണം? B മാത്രമേ കാണത്തുള്ളത്, B⁴n ആയിരിക്കും. ഇനി A-B⁴n വരുമ്പോൾ ആദ്യത്തത് പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ് എക്സെട്ര. ലാസ്റ്റ് പ്ലസ്സോ മൈനസോ വരും, നമുക്കറിയത്തില്ല. n ഓടാണെങ്കിലും ഓടും ഈവനും ഡിപ്പെൻഡ് ചെയ്യും. ഈ പ്ലസ് വരുന്നത് മൈനസ് വരും. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് ആ ഓർഡറിൽ എഴുതി പോകാം. ഇത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എക്സെട്ര അങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് അവസാനത്തത് പ്ലസ് ഓർ മൈനസ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. അടുത്ത ഒരു പ്രോബ്ലമാണ് എക്സ്പാൻഡ് x³ - 1/x² 5 ബൈനോമിയലി. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം എന്ത് വരും? ആദ്യത്തതിൻ്റെ മാക്സിമം പവർ. അപ്പോൾ x³ 5 എന്ന് എഴുതണം. അതായത് A⁴n, ആദ്യത്തതിൻ്റെ n. അപ്പോൾ ആദ്യത്തെ ഇവിടെ x³ ആണ്, അതിൻ്റെ5. ഇവിടെ മൈനസ് ആയതുകൊണ്ട് രണ്ടാമത്തെ മൈനസ് 5C1. NC1 എന്നാണ് വരേണ്ടത്. ഇവിടെ 5 ആണ്, n 5 ആയതുകൊണ്ട് 5C1. ഇതിൻ്റെ പവർ എന്ന് പറയും. x³ പവർ കുറയുമ്പോൾ x⁴ എന്നാവും. അപ്പോൾ x³ ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 1/x². പിന്നെ പ്ലസ് വരും. 5C1 കഴിഞ്ഞാൽ 5C2. ഇതിൻ്റെ പവർ കുറയണം. x³ പവർ കുറയുമ്പോൾ x³ 4 1 കുറയും. അപ്പോൾ x³ ഇൻറ്റു ബിയുടെ പവർ. B 1/x² ആണ്, ഒന്നുകൂടെ കൂടും, 1/x². അടുത്ത ഇവിടെ പ്ലസ് കഴിഞ്ഞാൽ പിന്നെ മൈനസ് 5C2 കഴിഞ്ഞാൽ 5C3. ഇവിടെ x³ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കുറയണം. അപ്പോൾ x³ എന്ന് വരും. ഇവിടെ 1/x² 2 ആണ്, അത് 3 ആയി മാറും. 1/x².
ഇപ്പോൾ ഇവിടെ മൈനസ് ആണ്, അടുത്ത പ്ലസ് ആണ്. 5c3 കഴിഞ്ഞാൽ 5c4. എക്സ് ക്യൂബിൻ്റെ പവർ വീണ്ടും കുറഞ്ഞു. അപ്പോൾ എക്സ് ക്യൂബ് സ്ക്വയർ എന്നുള്ള 2 എന്നുള്ള 1 ആയി മാറും. ഇൻറ്റു 1/x² പവർ 3 എന്നുള്ളത് 4 ആയി മാറും. പ്ലസ് കഴിഞ്ഞാൽ പിന്നെ മൈനസ്. ഇനി ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, അപ്പോൾ അതില്ല. പിന്നെ ഉള്ള എന്താണ് ലാസ്റ്റ് ടേം? ഇതിൻ്റെ ലാസ്റ്റിൻ്റെ 1/x² റേസ് ടു 5. 5c4 കഴിഞ്ഞാൽ പിന്നെ ഇല്ല, 5c5 ആണ്. അത് 1 ആണ് 5c5 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ പവർ 0 ആയിപ്പോൾ, അപ്പോൾ അതും ഇല്ല. പിന്നെ ഉള്ള എന്താ 1/x² റേസ് ടു 5. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. 5c1ൻ്റെ ഇവാലുവേഷനും അതിൻ്റെ സിംപ്ലിഫിക്കേഷനൊന്നും ആവശ്യമില്ല, ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇതിൻ്റെ തന്നെ പ്ലസ് വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പ്ലസ് വരുമ്പോൾ എല്ലാം പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യുന്നുള്ളൂ, മൈനസിൻ്റെ പ്രോബ്ലമാണ് ചെയ്തേക്കുന്നത്. പ്ലസ് വരുന്ന സമയത്ത് എല്ലാം പ്ലസ് കൊടുക്കണം. അപ്പോൾ ഇത് 5ക്ക് വരാൻ 7 ആകുമ്പോഴത്തേക്ക് അത്രയും ടേംസും കൂടെ കൂടുതൽ വരും. ഈ ഓർഡറിൽ തന്നെ എഴുതി വന്നാൽ മതി. അടുത്തത് r+1 ടേം കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, r+1 ടേമിൻ്റെ ഫോമുല. ഇപ്പോൾ a+b എന്ന് പറയുമ്പോൾ കുറേ ടേംസ് ഉണ്ട്. ഇപ്പം a+b എന്ന് പറഞ്ഞാൽ a(n+nc1 a(n−1) ഇൻറ്റു b പ്ലസ് nc2 a(n−2) ഇൻറ്റു b² പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോയാ ഇതിലൊരു 11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് മൊത്തം എഴുതി നോക്കേണ്ടി വരും. ഇതൊന്നും എഴുതാതെ തന്നെ ഈ ഫോമുല വെച്ച് നമുക്ക് 11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫോമുലയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ഫോമുല ഓർത്തിരിക്കണം. NCR ഇൻറ്റു a(n−r) ഇൻറ്റു b⁻r. ഏതാ a+ വരുമ്പോൾ a- വരുമ്പോൾ ഒരു -1⁻r ഒന്നും കൂടെ വരും. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. 3 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ആ 3 ടൈപ്പ് ചെയ്യുന്ന ഓരോന്നും ചെയ്യുക. ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതോടെ നമ്മൾ യൂണിറ്റ് 1 കഴിയും. Find the 10th term in the expansion of x² minus 1/x² raised to 20. അപ്പോൾ 10th ടേം എന്ന് പറയുമ്പോൾ നമ്മൾ r+1 ടേം കാണാനുള്ള ഫോമുല എഴുതണം. അപ്പോൾ ഇത് a-b ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ r+1 ടേമിൻ്റെ ഫോമുല ഇതാണ്. r+1 ടേം ഇസ് ഈക്വൽ ടു -1/r NCR a(n−r) ഇൻറ്റു b⁻r. ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10th ടേം ആണ്. 10th ടേം, അപ്പോൾ ഇത് 10 എന്ന് വരും. r+1 ടേം എന്ന് പറഞ്ഞാൽ 10th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ r+1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ r എന്ന് പറയുന്നത് 9. അപ്പോൾ ഇവിടെ നമുക്ക് -1/9 എന്ന് എഴുതാം. r 9 ആണ്. n എന്ന് പറയുന്നത് റേസ് ടു 20 ആണ്. ഇതാണ് n-ന്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ 20c. r എന്ന് പറയുന്നത് 9, 20c9. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ് x² റേസ് ടു n-r, അത് 20 - 9 ഇൻറ്റു b എന്ന് പറഞ്ഞാൽ 1/x² ആണ്. 1/x² റേസ് ടു r എന്ന് പറഞ്ഞാൽ 9. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. 5 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ആ ഫോമുല അറിയാമെങ്കിൽ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് x⁻⁴ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x⁻⁴ മൈനസ് 1/x³ 15. നേരത്തെ നമ്മൾ 10th ടേം കണ്ടുപിടിക്കാനായിട്ടാണ് പ്രോബ്ലം. ഇത് x⁻⁴ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ r+1 ടേം കാണാനുള്ള ഫോമുല എഴുതുക. അതിന് r+1 ടേം കാണാനുള്ള ഫോമുല എഴുതിയാൽ തന്നെ ഒരു മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം r+1 ടേമിൻ്റെ ഫോമുല. ഇതാണ് r+1 ടേം കാണാനുള്ള ഫോമുല. -1/r ഇൻറ്റു NCR ഇൻറ്റു a(n−r) ഇൻറ്റു b⁻r. അപ്പോൾ r നമുക്കറിയത്തില്ല, എത്രാമത്തെ ടേം ആണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് r ഇവിടെ അറിയില്ല. പിന്നെ അറിയാവുന്ന 15 n ഉണ്ട്, n 15. അപ്പോൾ -1/15 അല്ല r ഇൻറ്റു 15cr എന്ന് എഴുതാം. a എന്ന് പറയുന്ന ആദ്യത്തത് x4, x⁻⁴. അപ്പോൾ x⁻⁴ റേസ് ടു 15 - r, n - r എന്ന് പറഞ്ഞാൽ 15 - r ഇൻറ്റു 1/x³ റേസ് ടു r, അത് b⁻r. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു -1/r ഇൻറ്റു 15cr ഇൻറ്റു x⁻⁴ റേസ് ടു 15 - r എന്ന് പറയുമ്പോൾ 4 കൊണ്ട് 15 - r മൾട്ടിപ്ലൈ ആണ്.
4 കൊണ്ട് 15 മൈനസ് ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എൻ്റെ റൂള്. 4 കൊണ്ട് 15 മൈനസ് ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 4 × 15 60 ആണ്, മൈനസ് 4 × r 4r. അപ്പോൾ 60 മൈനസ് 4r എന്ന് വരും. അപ്പോൾ x റൈസ് ടു 60 മൈനസ് 4r ഇൻറ്റു 1/x³ റൈസ് ടു r. അപ്പോൾ 3ഉം r ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 1/x റൈസ് ടു 3r എന്ന് വരും. ഇസ് ഈക്വൽ ടു -1 റൈസ് ടു r 15cr x റൈസ് ടു 60 മൈനസ് 4r ഇൻറ്റു ഇത് ഞങ്ങൾ മേളിൽ കൊണ്ടുപോയി. ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി മേളിൽ പോയി കഴിഞ്ഞാൽ മൈനസ് നെഗറ്റീവ് വരും, പവർ നെഗറ്റീവ് ആവും. അപ്പോൾ x റൈസ് ടു -3r എന്ന് എഴുതാം. എന്നിട്ട് ഇത് തമ്മിൽ ഈ പവർ തമ്മിൽ ആഡ് ചെയ്യണം. -1 റൈസ് ടു r 15cr x റൈസ് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 60 മൈനസ് 7r എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ പവർ 60 മൈനസ് 7r ആണ്. നമുക്കെന്താ വേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് x റൈസ് ടു 4 ആണ് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ പവർ എന്തായിരിക്കും ഇവിടെ? 4 ആയിരിക്കണം. അപ്പോൾ ഈ 60 മൈനസ് 7r 4 ആയിരിക്കും. അപ്പോൾ 60 എന്നാലേ നമുക്ക് x റൈസ് ടു 4 കിട്ടും. അപ്പോൾ 60 മൈനസ് 7r ഇസ് ഈക്വൽ ടു 4. 4 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ 60 മൈനസ് 4 ഇസ് ഈക്വൽ ടു 7r. ഇത് 56 ഇസ് ഈക്വൽ ടു 7r. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 56/7 8 എന്ന് വരും. r ഇസ് ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 റൈസ് ടു r 15 ആറിന് പകരം 8. അപ്പോൾ -1 റൈസ് ടു 8 15c8 ഇൻറ്റു x റൈസ് ടു 4 എന്ന് ഇത് 4 ആണ്. അപ്പോൾ x റൈസ് ടു 4ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -1 റൈസ് ടു 8 പോസിറ്റീവ് ആണ്. 15c8 ആണ് ആൻസർ. 15c8 ഇസ് ദി ആൻസർ. അതാണ് ഈ x റൈസ് ടു 4ൻ്റെ കോഎഫിഷ്യൻ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദി ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് √x മൈനസ് 2/x² റൈസ് ടു 10. ടേമിൽ എക്സിൻ്റെ ടേം എക്സ് ഇല്ലാത്ത ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ടേം എന്നും പറയും. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ r+1 ദി ടേമിൻ്റെ ഫോമുല എഴുതണം. ഓക്കെ, ഇവിടെ r നമുക്ക് അറിയത്തില്ല. എന്തുകൊണ്ട് r അറിയാത്തത്? ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇല്ലാത്ത ടേം. എക്സ് ഇല്ലാത്തത് ഏത് ടേമാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ r നമുക്കറിയത്തില്ല. പിന്നെ അറിയാവുന്നത് n അറിയാം. ഇത് 10 ആണ്. അപ്പോൾ n 10. അപ്പോൾ -1 റൈസ് ടു r ഇൻറ്റു 10cr ഇൻറ്റു a എന്ന് പറഞ്ഞാൽ √x. √x റൈസ് ടു n മൈനസ് r, അതായത് 10 മൈനസ് r ഇൻറ്റു b എന്ന് പറഞ്ഞാൽ 2/x² റൈസ് ടു r. അടുത്ത √x റൈസ് ടു 10 മൈനസ് r നോക്കിക്കോണം. ഇസ് ഈക്വൽ ടു √x നമുക്ക് x റൈസ് ടു 1/2 എന്ന് എഴുതാം. റൈസ് ടു 10 മൈനസ് r ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ x റൈസ് ടു 10 മൈനസ് r/2 അല്ലെങ്കിൽ 1/2 ഇൻറ്റു 10 മൈനസ് r. അപ്പോൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മൈനസ് r/2. ഇതാണ് √x റൈസ് ടു 10 മൈനസ് r. അടുത്ത 2/x² റൈസ് ടു r. 2/x² റൈസ് ടു r എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു r ഡിവൈഡഡ് ബൈ x² റൈസ് ടു r എന്ന് പറഞ്ഞാൽ x റൈസ് ടു 2r. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇസ് ഈക്വൽ ടു 2 റൈസ് ടു r ഇൻറ്റു x റൈസ് ടു -2r എന്ന് വരും. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ -1 റൈസ് ടു r 10cr ഇതിന് പകരം x റൈസ് ടു 5 മൈനസ് r/2 ഇൻറ്റു 2 റൈസ് ടു r ഇൻറ്റു x റൈസ് ടു -2r is equal to -1 റൈസ് ടു r 10cr ഈ 2 റൈസ് ടു r അങ്ങ് ആദ്യം എഴുതാം ഇൻറ്റു ഇത് എക്സിൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്യണം. x റൈസ് ടു 5 മൈനസ് r/2 -2r. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 5 മൈനസ് r/2 -2r ആണ്. നമുക്ക് വേണ്ട എന്താ? ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആണ്. അപ്പോൾ എക്സിൻ്റെ പവർ 0 ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇത് കിട്ടിയതാണ്. പക്ഷേ അതെന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്നാലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. നമുക്ക് വേണ്ടത് എക്സിൻ്റെ പവർ 0 ആയിരിക്കണം. അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 5 മൈനസ് r/2 -2r is equal to 0. അപ്പോൾ 5 is equal to r/2 plus 2r.
5 ഇസ് ഈക്വൽ ടു, ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 5r/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ r ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. r2 അപ്പോൾ -1 സ്ക്വയർഡ് 10c2 ഇൻറ്റു 2 സ്ക്വയർഡ്. ഇത് എക്സിൻ്റെ പവർ 0 ആണ്. അപ്പോൾ x⁻0. അപ്പോൾ എന്താണ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? ആൻസർ -1 സ്ക്വയർഡ് 1 ആണ്. അപ്പോൾ 10c2 ഇൻറ്റു 2 സ്ക്വയർഡ്. ഇതാണ് എക്സ് ഇല്ലാത്ത ടേം, 10c2 ഇൻറ്റു 2 സ്ക്വയർഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. ഇവിടെ നമ്മൾ a+b⁵5 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. a+b⁵6 എഴുതിയിട്ടുണ്ട്. ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഇതിൽ ഉള്ള ടേംസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത്ത് ടേം ആൻഡ് സെവൻത്ത് ടേം. ഇതിൽ മിഡിൽ ടേം എന്ന് പറയുന്ന ഒറ്റ ടേമേ ഉള്ളൂ. ഈ ടേമാണ് മിഡിൽ ടേം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 2 ടേം, 1 2 3 4 5 6 3 ഇത് ഫോർത്ത്, 3 ആൻഡ് 4, തേർഡ് ടേമും ഫോർത്ത് ടേം. ഇതിൻ്റെ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 2 ടേം, രണ്ടിൻ്റെ റൈറ്റ് സൈഡിലോട്ട് 2 ടേം. അപ്പോൾ ഇവിടെ n ഓഡ് വരുമ്പോൾ 2 ടേംസ് ഉണ്ട്, മിഡിൽ ടേംസ് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? തേർഡ് ടേമും ഫോർത്ത് ടേമും. ഇവിടെ 6 വരുന്ന സമയത്ത് ഇതാണ് മിഡിൽ ടേം. 6 വരുന്ന സ്ഥലത്ത് മിഡിൽ ടേം 4 മാത്രമേ ഉള്ളൂ. അപ്പം n ഈവൻ വരുന്ന കേസിൽ ഒറ്റ മിഡിൽ ടേമും n ഓഡ് വരുന്ന കേസിൽ 2 മിഡിൽ ടേംസും ഉണ്ട്. അപ്പോൾ ഇത് നോക്കാം. n ഓഡ് വരുന്ന കേസിൽ n ഈസ് ഓഡ്. n ഓഡ് വരുമ്പോൾ there are 2 മിഡിൽ ടേംസ്. ആദ്യത്തെ ഇതാണ് n+1/2. ഇവിടെ n 5 ആണ്. 5+1/2 3 ആണ്. പിന്നെ രണ്ടാമത്തത് n+3/2. n 5+3 8/2 4. തേർഡ് ടേം, ഫോർത്ത് ടേം. അപ്പോൾ n ഓഡ് ആകുമ്പോൾ there are 2 മിഡിൽ ടേംസ്. They are n+1/2 ടേം ആൻഡ് n+3/2 ടേം. അപ്പോൾ n ഓഡ് വരുമ്പോൾ മിഡിൽ ടേംസ് 2 എണ്ണം. ഒന്നാമത്തെ n+1/2ഉം രണ്ടാമത്തെ n+3/2 ആണ്. n ഈവൻ വരുമ്പോൾ ഒറ്റ മിഡിൽ ടേമാണ് ഉള്ളത്. ഇതാണ് ആ മിഡിൽ ടേം. അതെന്ന് പറയുന്നത് n/2+1. n എന്ന് പറയുന്നത് 6/2 3+1 is 4. അപ്പം n ഓഡ് വരുമ്പോൾ 2 മിഡിൽ ടേംസും n ഈവൻ വരുമ്പോൾ ഒറ്റ മിഡിൽ ടേമും. n ഓഡ് വരുമ്പോഴുള്ള മിഡിൽ ടേംസ് n+1/2ഉം n+3/2ഉം. n ഈവൻ വരുമ്പോഴുള്ള മിഡിൽ ടേം n/2+1. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും കിട്ടും. അടുത്തത് 2x - 3/x⁻9 എന്നുള്ള ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ മിഡിൽ ടേംസ് കണ്ടുപിടിക്കണം. ഓടാണ്, 9 ഓഡ് ആയതുകൊണ്ട് 2 മിഡിൽ ടേം ഉണ്ടാവും നമുക്കറിയാം. ആ മിഡിൽ ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ n = 9 ഈസ് ഓഡ്. അപ്പോൾ എന്താ കിട്ടും? 2 മിഡിൽ ടേംസ്. ഏതൊക്കെ ടേംസ് ആണത്? n+1/2 is equal to 9+1/2. 9+1 10, 10/2 ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേം കഴിഞ്ഞാൽ പിന്നെ സിക്സ്ത് ടേം ആയിരിക്കും. ആൻഡ് സിക്സ്ത് ടേം. മനസ്സിലായല്ലോ? n ഓഡ് ആയതുകൊണ്ട് 2 മിഡിൽ ടേംസ് ഉണ്ട്. അതിൽ ഒരെണ്ണം n+1/2 ആണ്. അപ്പം 9+1/2 5 എന്ന് വരും. 5 കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് മിഡിൽ ടേം. അപ്പോൾ സിക്സ്ത് ടേം. അപ്പോൾ ഫിഫ്ത്ത് ടേമും സിക്സ്ത് ടേമുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫിഫ്ത്ത് ടേമും സിക്സ്ത് ടേമും കണ്ടുപിടിക്കണമെങ്കിൽ r+1 ടേമിൻ്റെ ഫോമുല എഴുതണം. r+1 ടേം. ഇവിടെ മൈനസ് വരുന്നത് കൊണ്ട് -1/r. ഞാൻ ഇവിടെ എല്ലാ പ്രോബ്ലവും മൈനസ് ആണ് ചെയ്തത്. പ്ലസ് വരുന്ന സമയത്ത് ഇത് ഒഴിവാക്കിയാൽ മതി. -1/r എന്നുള്ള ടേം കളഞ്ഞാൽ മതി. പ്ലസ് വരുമ്പോൾ മൈനസ് വരുമ്പോൾ -1/r വരും. ഇൻറ്റു NCR a⁻n−r ഇൻറ്റു b⁻r. ഇതാണ് r+1 ടേം. നമുക്ക് വേണ്ടത് ഫിഫ്ത്ത് ടേമാണ്. അപ്പോൾ r+1 ആണ് 5. അതായത് 4+1 ആണ് 5. അപ്പോൾ r-ൻ്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ ഇവിടെ 4 വരും. -1/4 ഇൻറ്റു n എന്ന് പറയുന്നത് 9 ആണ്. 9c, r 4 ആണ്. a എന്ന് പറയുന്നത് 2x. 2x⁻n−r 9 - 4 ഇൻറ്റു b എന്ന് പറഞ്ഞാൽ 3/x⁻r. r എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇത്ര എഴുതിയാൽ മതി. അടുത്ത മിഡിൽ ടേം സിക്സ്ത് ടേമാണ്. 6 എന്ന് പറയുമ്പോൾ 5+1 ആണ്. 5 + 1.
അപ്പോൾ R എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ -1/5 9C5 2x⁻9 - 5 3/x⁵5. 6 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ഇത് ചോദിക്കാറുണ്ട്. പാർട്ട് ബിയിലായിരിക്കും ഇത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ട് സിയിലും വരാറുണ്ട്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് കഴിഞ്ഞു. ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും വീഡിയോ ക്ലാസ്സസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയാൽ മതി. പെട്ടെന്നൊരു ക്വിക്ക് റിവിഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 48-50 ഇടയ്ക്ക് മാർക്ക് കിട്ടും. അതായത് പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. പാർട്ട് എ 4 മാർക്ക്, പാർട്ട് ബിയിൽ നിന്ന് 12 or 18, ചില സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 18 മാർക്ക് വരെ കിട്ടും. പാർട്ട് സിയിൽ നിന്ന് 30 മാർക്ക്, പാർട്ട് സിയിൽ നിന്ന് 30 മാർക്ക്, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 6 വരെ കിട്ടും പാർട്ട് എയിൽ നിന്ന്. അപ്പോൾ എത്ര കിട്ടും? മാക്സിമം കിട്ടാവുന്നത് 30, 10, 48, 6, 54 മാർക്ക് വരെ കിട്ടും. മിനിമം കിട്ടാവുന്നത് 30, 10, 42, 2, 44 മാർക്കാണ് മിനിമം. അപ്പോൾ 44-നും 54-നും ഇടയ്ക്കായിരിക്കും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള മാർക്ക്. അത് യൂണിറ്റ് 1-ൽ നിന്നും യൂണിറ്റ് 2-ൽ നിന്നും കൂടെ. അത് ജയിക്കാനുള്ളതിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ക്ലാസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള വീഡിയോസ്, അതായത് ഇൻ്റഗ്രേഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്.